എന്താ പേര്? സത്യഭാമ. അങ്ങോട്ട്. സത്യഭാമ. സത്യഭാമയുടെ കയ്യിൽ നിന്നും മരണപ്പെട്ട കുട്ടിക്കൃഷ്ണൻ പലിശയ്ക്ക് പണം വാങ്ങിയിരുന്നോ? ഇല്ല. പണം തിരിച്ചു തരാൻ വേണ്ടി നിങ്ങൾ കുട്ടിക്കൃഷ്ണനെ ആള് വിട്ട് ഭീഷണിപ്പെടുത്തിയിരുന്നില്ലേ? ഇല്ല. പച്ചക്കള്ളമാണ് യുവർ ഓണർ ഈ സ്ത്രീ പറയുന്നത്. ഇവർ നടത്തിയിരുന്ന പലിശ ഇടപാട് സ്ഥാപനത്തിൽ നിന്നും കുട്ടിക്കൃഷ്ണൻ പണം എടുത്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞ സമയത്ത് പണവും പലിശയും തിരികെ കൊടുക്കാൻ സാധിച്ചില്ല. അതിന്റെ പേരിൽ സത്യഭാമയും ഗുണ്ടകളും കുട്ടിക്കൃഷ്ണനെ കൊന്നുകളയുന്നവരെ ഭീഷണിപ്പെടുത്തിയിരുന്നു. വീട്ടുകാരെ നാണം കെടുത്തി. ഒടുവിൽ സഹിക്കു വയ്യാതെ കുട്ടിക്കൃഷ്ണൻ ആത്മഹത്യ ചെയ്തു. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻഡ്. താങ്ക് യു യുവർ ഓണർ. കുറെ നേരമായി എന്റെ സുഹൃത്തും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ ഇന്ദു കലാധരൻ ഒരു സിനിമാ കഥ പറയും പോലെ വട്ടിപ്പലിശക്കാരെ കുറിച്ചും കൊള്ളപ്പലിശക്കാരെ കുറിച്ചും ഒക്കെ പറയുന്നു. എന്തിന്? ഇവിടെ ആരാണ് പണം പലിശയ്ക്ക് കൊടുക്കുന്നത്? എന്റെ കക്ഷി സത്യഭാമയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ സത്യഭാമയ്ക്ക് അങ്ങനെ ഒരു സ്ഥാപനമോ ബിസിനസ്സോ ഇല്ല. പണം പലിശയ്ക്ക് കൊടുക്കുന്ന പരിപാടിയേ ഇല്ല. ഒബ്ജക്ഷൻ യുവർ ഓണർ. സത്യഭാമ വർഷങ്ങളായി പണം പലിശയ്ക്ക് കൊടുക്കുന്ന ബിസിനസ് നടത്തുന്നു. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഡിഫൻസ് വക്കീല് ഇങ്ങനൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. യു മേ പ്രൊസീഡ്. താങ്ക് യു യുവർ ഓണർ. ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങണമെങ്കിൽ പല മേഖലകളിലൂടെയും സഞ്ചരിക്കണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ വട്ടിപ്പലിശക്കാരെക്കുറിച്ചും കൊള്ളപ്പലിശക്കാരെക്കുറിച്ചും വഴിയിൽ അമർന്ന് ജീവിതം തകർത്തവരുടെയും അതുമൂലം ജീവിതം ഹോമിക്കപ്പെട്ടവരുടെയും പത്രവാർത്തകൾ നിരത്തിയപ്പോൾ യാതൊരു ഒബ്ജക്ഷനും ഇല്ലാതെ കേട്ടിരുന്നത്. പക്ഷേ അതെന്റെ കക്ഷിയെ വട്ടിപ്പലിശക്കാരിയായി മുദ്രകുത്തി കുട്ടിക്കൃഷ്ണന്റെ മരണത്തിന് ആളെ ഒപ്പിക്കുകയായിരുന്നെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻഡ്. വർഷങ്ങളായി ലൈസൻസ് പോലും ഇല്ലാതെ പലിശയ്ക്ക് പണം നൽകി ആൾക്കാരെ പിഴിഞ്ഞു ജീവിക്കുന്ന സത്യഭാമയെ പോലുള്ളവരെ വിശുദ്ധതയുടെ മാലാകപ്പെട്ട് അണിയിക്കാൻ ശ്രമിക്കുകയാണ് ഡിഫൻസ് വക്കീല്. ബഹുമാനപ്പെട്ട കോടതിയുടെ അറിവിലേക്കായി എന്റെ കക്ഷിയെ വിസ്തരിക്കാൻ എനിക്ക് അനുവാദം തരണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു. യു പ്രൊസീഡ്. എന്താണ് സത്യഭാമ ചെയ്യുന്നത്? എന്താണ് സത്യഭാമയുടെ ജോലി? വീട്ടിൽ പലഹാര യൂണിറ്റ് ഉണ്ട്. വീട്ടിലിരുന്ന് പലഹാരം ഉണ്ടാക്കി ബേക്കറികളിലും കടകളിലും കൊണ്ടു കൊടുക്കും. കാറ്ററിംഗ് സർവീസും ഉണ്ടായിരുന്നു. ഇങ്ങനൊരു ജോലി നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? മരുമകൾ കളക്ടറല്ലേ? സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുമ്പോൾ കിട്ടുന്ന സുഖവും സന്തോഷവും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ കിട്ടില്ലല്ലോ. ചെറുപ്പകാലം മുതൽ ഇങ്ങനെയൊരു ശീലം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട കോടതി എന്റെ കക്ഷിയുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിനായി 2 സാക്ഷികളെ കൂടി വിസ്തരിക്കാനുള്ള അനുമതി തരണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. യു പ്രൊസീഡ്. താങ്ക് യു യുവർ ഓണർ.